Hello, good afternoon. Good afternoon, Miss. No, എല്ലാവരും 3, 4, 5, +2, 7. 7 പേരുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. 7 പേരെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? നമ്മള് ക്ലാസ്സുകള് അതിന്റെ എന്താ പറയാ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് അതിന്റെ ടൈമിങ്ങിൽ നമ്മൾ തീർക്കണം. സോ ഇവിടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. അതൊരു നിയമമാണ്, മനസ്സിലായ? അതായത് ഇവിടെ ചിലപ്പോ ആകെ എത്രയും പേരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 7, 2, 5, 7 പേരൊക്കെ ഉണ്ട്. അതിലും കുറഞ്ഞ് ഇൻ കേസ് ചിലപ്പോ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കും. കാരണം ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുമല്ലോ. ഓക്കെ, സോ സുഖാണോ എല്ലാവർക്കും? Good afternoon. Sorry, ma'am. Good afternoon. Good afternoon. Good afternoon. സൗണ്ട് കുറവാണല്ലോ. എന്റെ സൗണ്ട് കുറവാണ്. സൗണ്ട് വളരെ കുറവാണല്ലോ. ശരിയായോ? ഓക്കെ. ഇപ്പൊ ശരിയായി. നിങ്ങളുടെ സൗണ്ട് എനിക്ക് വളരെ കുറവാണ് കേട്ടിരുന്നത്. ഇപ്പൊ ശരിയായി. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നു. പഠിത്തമൊക്കെ തുടങ്ങിയോ? പരീക്ഷയ്ക്ക് വേണ്ടിട്ടൊക്കെ? മാം, നമ്മുടെ ഗൈഡില് എല്ലാ ചാപ്റ്റേഴ്സും ഇല്ലല്ലേ? ഈ മൊഡ്യൂൾ 4 കമ്പ്യൂട്ടർ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ഉണ്ടല്ലോ. ഉണ്ടാ? അതെ, ഞാൻ കണ്ടില്ല. ചെക്ക് ചെയ്തേ. ഏറ്റവും ലാസ്റ്റ് കിടപ്പുണ്ടത്. ഇതെന്താണെന്നറിയോ? നമ്മള് ഈ മൊഡ്യൂളുകൾ പണ്ട് ആയിരുന്നതിൽ നിന്ന് കുറച്ച് നമ്മളൊന്ന് ഷഫിൾ ചെയ്ത് കുറച്ചുകൂടി ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു അതിന്റെ ആ മൊഡ്യൂൾ പാറ്റേൺ. കാരണം എന്ന് വെച്ചാല് കുറച്ച് എന്താ പറയാ ലെങ്തി ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ചില സ്ഥലത്ത് കൂടുതല്, ചില മൊഡ്യൂൾസിൽ കൂടുതല്, ചില മൊഡ്യൂൾസിൽ വളരെയധികം കുറവ്. പക്ഷെ നമുക്ക് ആ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ നമുക്ക് എടുത്ത് തീർക്കേണ്ട ആ ഒരു കൺവീനിയൻസും അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് റീസ്ട്രക്ചർ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് ആദ്യം കിടന്ന മാതിരിയാണെന്ന് തോന്നുന്നത്. ഐ തിങ്ക് അതിന്റെ ഗൈഡിനകത്ത് നടക്കുന്ന ചാപ്റ്റേഴ്സ് വന്നേക്കണം. പക്ഷെ എങ്കിലും 52 ചാപ്റ്റർ ഉണ്ടാവും ഇവിടെ. ടോട്ടൽ 52 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ. 52 എണ്ണം. എണ്ണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ടാകാം. അത് നമ്മളൊന്ന് റീഷഫിൾ ചെയ്തിട്ടാണ് ഒന്ന് എന്ത് ചെയ്തത്, അതൊന്ന് ആക്കിയത് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ച് നിർത്തിയത് നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അതിന്റെ ലാസ്റ്റ് ഭാഗത്താണ്. നമ്മള് എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ക്ലെയിം, ഒരു എന്താ പറയാ നമ്മുടെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഇൻഷുർ ഒരു ക്ലെയിം എങ്ങനെ വെക്കുന്നു, ആ ക്ലെയിം ഹൗ ഇറ്റ് ഈസ് സെറ്റിൽഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി വെൻ ദാറ്റ് ഇൻഷുർഡ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ഇൻഷുറൻസിന്റെ ക്ലെയിം എങ്ങനെ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു എന്നത് ഒരു എക്സാമ്പിൾ സഹിതം ബജാജ് അലയൻസിന്റെ ഒരു ക്ലെയിമിംഗ് പ്രൊസീജിയർ നമ്മൾ അവിടെ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത് അല്ലേ? ഗണിതായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. യെസ്, ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ പറയാ, നമ്മള് ഇത് മാത്രം പരീക്ഷയ്ക്ക് ഒക്കെ ശരി നിങ്ങളത് പഠിച്ചു. പക്ഷെ എങ്കിലും നമ്മളുടെ നോട്ടൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് ഇതെല്ലാം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ എത്ര ഉണ്ടായി, ഇതൊക്കെ എവിടെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കുന്നൊക്കെ പറഞ്ഞ് വൈകുളിച്ചിരിക്കാനുള്ളത്. അതുകൊണ്ടാണ് അതൊരു അപേക്ഷയാണ്. കാരണം ഈ കോഴ്സ് ത്രൂ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തൊട്ട് മുന്നിൽ ഇപ്പൊ ഒരു കുട്ടി നമ്മളുടെ ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തതാണ്. പക്ഷെ ആളെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഒരു 15 days ബാക്കിലാണ് പുള്ളിക്കാരി അതിൽ പുതിയ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് പറയുന്ന ഒരു അവസരം വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടി പറഞ്ഞിരിക്കുന്നതാണ്,
കുട്ടി എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ നമ്മളുടെ എന്താണ് ഈ കോഴ്സ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലേ ഒരു ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രം ആ ഒരു ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി ആയിരിക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആ കുട്ടി വിചാരിച്ചിരുന്നത്. ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂല് പുള്ളിക്കാരി അങ്ങനെ വിചാരിച്ചിരുന്നേ. മനസ്സിലായോ? അപ്പൊ അത് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അത് അതിന്റെ ഡെയിലി ക്ലാസ്സിലൊന്നും കയറാൻ പറ്റില്ല. ആക്റ്റീവ് ക്ലാസ്സിൽ നമുക്ക് പറ്റൂല. പുള്ളിക്കാരിക്ക് റെക്കോർഡ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും ഇതുപോലെ ഈ ഓരോ റെക്കോർഡ്സ് ഇതുവരെ കഴിഞ്ഞു പോയ ക്ലാസ്സുകളുടെ റെക്കോർഡ്സ് പുള്ളിക്കാരി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ കോഴ്സിന് ഇതിനു വേണ്ടി ചേരുമ്പോൾ അതിന്റെ സാധ്യതകളോ അല്ലെങ്കിൽ ഇത് എന്താണ് ഈ കോഴ്സ്, എന്ത് കാര്യത്തെ മാനേജ് ചെയ്യാനാണ് എന്നുള്ളതിനെ കുറിച്ചൊരു യാതൊരു ഐഡിയയും പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ സോ പറഞ്ഞു വന്നത് ഇതാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടപ്പോ ഇത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് അറിയാലോ, ഞാൻ തന്നെയാണ് എല്ലാ ബാച്ചിനും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടപ്പോഴാണ് പുള്ളിക്കാരിക്ക് ഇതാണ് ഈ കോഴ്സ്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെയാണ്, ഇതിന്റെ ജോലി സാധ്യതകൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ മേഖലയിലല്ല, ഇതിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈച്ച് ആൻഡ് എവറി സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മേബി അത് എടുത്തിട്ടുണ്ടാവില്ല, ലാസ്റ്റ് പാർട്ടാണ്. കാരണം നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഒരുപാട് ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഓരോ ഓഫീസേഴ്സിന്റെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ അങ്ങനെ വിവിധ തലങ്ങളിലുള്ളവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ ആൾക്ക് അതിൽ നിന്ന് ആ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്നാണ് അതിനെ കുറിച്ച് കൂടുതൽ ധാരണ വന്നത് എന്നാണ് കുട്ടി പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ആ ധാരണകള് നമ്മൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ടത്തിന് മാത്രമല്ല, ക്ലാസ്സുകൾ ഓരോന്നും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ കുറിച്ചല്ല, ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മൊഡ്യൂൾസ് ഇതിനകത്ത് ഉണ്ടെന്നും കുട്ടിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏകദേശം ക്ലാസ് തീരാറിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പഠിച്ചത് അല്ലെ ഇത്രയും ദിവസങ്ങൾ കൊണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, നമ്മളൊരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ആ ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ ഓരോന്നും കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട്, ലൈക്ക് ലോണ്ടറി ആൻഡ് ലിനൻ, ഹൗസ് കീപ്പിംഗ്, അങ്ങനെ പോലെയുള്ള കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ ഇതിനകത്തുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. നിങ്ങൾക്ക് മനസ്സിലായി ഹൗ ഇമ്പോർട്ടന്റ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഒരു ഹോസ്പിറ്റലിൽ. നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മള് എന്താ പറയാ, എനിക്ക് എക്സാം എഴുതണം, എക്സാം എന്നുള്ളത് മാത്രം നമ്മുടെ കയ്യിൽ വരാതെ, എക്സാം ശരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്, പരീക്ഷ എഴുതണം പാസ്സാകണം എന്നുള്ളത്. പക്ഷെ അതും അതിന്റെ ഒപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ കോഴ്സിനകത്ത് നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. സോ ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസിന് എന്താ പറയാ ഹോസ്പിറ്റലിൽ പ്രാധാന്യമുണ്ട് അല്ലെ, ഇൻഷുറൻസ് ഡെസ്ക് ആണ് നമ്മളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓരോ ആളുകളും ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ആളുകൾ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അവര് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുന്നു, ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടുന്നു. ആൻഡ് ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു അപ്രോച്ച് പേഴ്സണലി, അവർക്ക് പേഴ്സണലി അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ടീച്ചർക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിലൂടെയാണ്. റൈറ്റ്, അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ ഈ എടുത്ത എഫേർട്ട് എന്താ പറയാ ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ് എടുക്കുന്ന എഫേർട്ട്. ദാറ്റ് മീൻസ് ടീച്ചേഴ്സ് പ്ലസ് സ്റ്റുഡൻസ്, കുട്ടികളും ടീച്ചേഴ്സും ഒരുമിച്ചെടുത്ത എഫേർട്ടാണ്. ടീച്ചേഴ്സ് അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാനായിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് വിളിക്കുന്നത് അല്ലെ വാഗോണ്ട് വായിട്ടിളക്കുന്നത് അത്ര വലിയ ജോലിയാണ്, അത്ര അടുത്ത് അധ്വാനമുള്ള ജോലിയാണെന്നൊക്കെ ചില ആളുകൾക്ക് സംശയം വരും. പക്ഷേ നമ്മളുടെ എനർജി അതിൽ കൂടി പോകുന്നുണ്ട്, നമ്മളുടെ എഫേർട്ട് ഉണ്ട്, നമ്മളുടെ ബുദ്ധി ഉണ്ട്, മെമ്മറി പവർ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കുട്ടികൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അത് കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കിയത് പഠിക്കുന്നു അല്ലെ. ഇത് രണ്ടു കൂട്ടരും എടുത്തിരിക്കുന്ന എഫേർട്ട് ഉണ്ട് അവിടെ. ഈ എഫേർട്ടൊക്കെ വെറുതെ എന്താ പറയാ വെള്ളത്തിൽ വരച്ച വര പോലെ അല്ലെ ആയിത്തീരുന്നതിനേക്കാൾ നല്ലത് അല്ലെ. എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുത്ത് പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഈ കോഴ്സ് കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യം ഞങ്ങൾ കളഞ്ഞേക്കാം. ഓക്കെ, അങ്ങനെയല്ല, അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. സോ നിങ്ങൾ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ഇന്റേൺഷിപ്പിനായിക്കോട്ടെ, അതുപോലെ തന്നെ ജോലിക്ക് അതിനുശേഷം കയറുമ്പോഴായിക്കോട്ടെ, ഇതിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് എടുത്തു നോക്കേണ്ടി വരും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളത് സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ അത് റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. ലൈക്ക് നോക്കിയേ, ഹോസ്പിറ്റൽ എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ വേറൊരു ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് പഠിച്ചു. എന്താണത്? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? പഠിച്ചോ? മെഡിക്കൽ ടെർമിനോളജി പഠിച്ചില്ലേ? അവിടെ ഒരുപാട് മെഡിക്കൽ ടേംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇത് മുഴുവനും നമ്മൾ കാണാപ്പാടൊന്നും പഠിക്കണ്ട. പക്ഷെങ്കിലും സംടൈംസ് വി ഹാവ് ടു റെഫർ ദം. ചില സമയത്ത് നമുക്കത് റെഫർ ചെയ്യേണ്ട ആവശ്യകത. ഇത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, മെഡിക്കൽ ടെർമിനോളജിയിൽ ചാപ്റ്ററിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്താണത് മീൻ ചെയ്യുന്നത്, ആ ഒരു അബ്രിവിയേഷൻ എന്ത് മീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രിഫിക്സ് വേർഡ് എന്ത് മീൻ ചെയ്യുന്നു, ആ സഫിക്സ് വേർഡ് എന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുതെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാമായിരിക്കാം. പക്ഷെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇത് ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ വെൻ യു ഹിയർ സം വേർഡ്സ്, ചില വേർഡുകളൊക്കെ അവർ പറയുന്നത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള പലതും. ഓക്കെ, അപ്പൊ അത് നമുക്ക് റിഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് ഞാനൊന്ന് വെറുതെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമാണ് ആ കാര്യത്തെ കുറിച്ച് ഓർത്തപ്പോ. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടുള്ള
ഹലോ ഹലോ. യെസ് മാം. അതെ, നെറ്റ്വർക്ക്, അതായത് നെറ്റ് പോയിട്ടായിരുന്നു ഇത്ര നേരം. കേൾക്കണ്ട, അതെ, പെട്ടെന്ന് കട്ടായി പോയി. എല്ലാവരുടെയും എല്ലാ ക്ലാസ്സും പെട്ടെന്ന് സ്റ്റക്കായി പോയി, നെറ്റ് പോയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. കാരണം ക്ലാസ്സിന്റെ തുടക്കത്തില് ഞാൻ 2 പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴും മിസ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. അപ്പൊ എനിക്ക് തോന്നി ഇന്റർനാഷണലി എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ഫേസ്ബുക്കും മെസ്സഞ്ചറും എല്ലാം ഫെയിലായിരുന്നു കുറച്ചു നേരത്തേക്ക്. എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, അറിയില്ല. അതെ അതെ, പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല, കുഴപ്പമില്ല. കാരണം നമ്മളുടെ തീർന്നു സംഭവം. ഒരു ചെറിയ ഭാഗത്താണ് നമ്മളിനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഭാഗം മാത്രമേ നമുക്കുള്ളൂ. ആണുണ്ടോ? ഇവിടെ ടോപ്പിക് കാണുന്നുണ്ടോ? ശരി, ഓക്കെ. ഓക്കെ, സോ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ പഠിക്കുന്ന കാര്യത്തില് എല്ലാം വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വെക്കുക. എക്സാംസിന് വേണ്ടിയിട്ട് വേറെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ടീച്ചേഴ്സ് അറിയാൻ തരുന്നത് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. അതൊക്കെ നമ്മളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി ഭാഗത്ത് കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ ഇൻഷുറൻസ് മാനേജറിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്. അതില് കുറച്ച് പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. കുറച്ച് പോയിന്റുകൾ നിങ്ങളെ കൊണ്ട് തന്നെ 1-2 പേര് പറഞ്ഞിരുന്നു. അത് നമ്മൾ എന്താ പറയാ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തേത് എന്താ പറയാ, ഓൾ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ഹാവ് ടു ബി സൂപ്പർവൈസ്ഡ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഡിസൈനിങ്. നമ്മളുടെ ഹോസ്പിറ്റലിനകത്തുള്ള ഇൻഷുറൻസ് ഡെസ്കിലെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഡിസൈൻ ചെയ്യുക, അതോടൊപ്പം തന്നെ അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ഇൻഷുറൻസിന്റെ പ്രോട്ടോകോൾസ് പ്രകാരം ഒരു ഇൻഷുറൻസിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രകാരം ഇൻഷുറൻസിന്റെ എമൗണ്ട് കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനി അതിന്റെ ക്ലയന്റുകൾക്ക്, ദാറ്റ് മീൻസ് ഇൻഷുർഡിന് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതൊക്കെയാണ് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്. മനസ്സിലായല്ലോ? കാരണം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇനി മാത്രമല്ല, മെഡിക്കൽ അതായത് ഹോസ്പിറ്റൽസില് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങള്, അത് പേഷ്യൻസുമായിട്ടൊക്കെ കൊളാബ് ചെയ്ത് അതിന്റെ കസ്റ്റമേഴ്സിന്, അതായത് ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാം അത് പേഷ്യൻസ് ആണ്. പേഷ്യൻസിന്റെ ആവശ്യപ്രകാരം അവരുടെ ഇൻഷുറൻസ് സർവീസസ് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഓരോ കാര്യങ്ങളും ഇൻഷുറൻസിന്റെ സർവീസസ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ലാഗ് വരാതെ, വെറുതെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ അല്ലെ. ചില കാര്യങ്ങൾ അങ്ങനെ, ഈ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ മിക്കതും അങ്ങനെ ആയിരിക്കും. വെറുതെ ആൾക്കാര് ഇവിടെ അല്ല അത് അവിടെ പോകും, അവിടെ നിന്ന് പറയും അവിടെ അല്ല ഇവിടെയാണെന്ന് പറയും അല്ലെ. ഇങ്ങനെ ഓരോ ഡെസ്കിലേക്ക് ചില ഓഫീസസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ നമുക്കറിയാലോ അല്ലെ. അതായത് കൃത്യമായിട്ട് എനി ആൻസർ ഓർ എനി സൊല്യൂഷൻ, ഒരു ശരിയായ ഉത്തരവ് അല്ലെങ്കിൽ ഒരു ശരിയായ പരിഹാരം ചില ഡെസ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അവർ പറയും അത് ഇവിടെ അല്ലല്ലോ, അത് അവിടെയുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അയ്യോ അത് ഇവിടെ വരാനാണോ പറയുന്നത്, ഇവിടെ അല്ലല്ലോ, അത് അതിന്റെ അപ്പുറത്താണ്, അവരെന്ത് ഇങ്ങോട്ട് വിട്ടേ, ഇത് തന്നെ അല്ലെ. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോ എന്താ ഉണ്ടാവുക, നമ്മുടെ എന്താ പറയാ കസ്റ്റമേഴ്സ്, അതായത് ഇൻഷുർഡ് വെറുതെ അവര് ബുദ്ധിമുട്ടുകയാണ്. ബിക്കോസ് ഇതെന്ന് പറയുമ്പോ വെറുതെ ഒരു ആളുകളല്ല, എന്താ പറയാ വൈയായികകൾ കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. എന്ത് കൺഫേം ചെയ്യണം? അപ്രൂവൽ കൺഫേം ചെയ്യണം അല്ലെ. നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ കണ്ടിരുന്നു, അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ് ആ പേഷ്യന്റിന് ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്
ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു, നടത്തി ചെയ്യുന്നുള്ളൂ. അവർ പറയുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നിങ്ങളുടെ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, നമ്മളുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, നിങ്ങൾ ഇൻഷുറൻസിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് രോഗത്തിന്റെ ഏത് രീതിയിലുള്ള ചികിത്സയാണോ വേണ്ടത് അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ സർജറി ആകാം, ചെറിയ പ്രൊസീജിയേഴ്സ് ആകാം, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പച്ച സിഗ്നൽ കിട്ടണം. ദാറ്റ് ഈസ് അപ്രൂവൽ എന്ന് പറയുന്ന ആ ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കണം. Then only they will start the treatments. അപ്പോൾ ചെയ്യുള്ളൂ. അതേസമയം ഇൻഷുറൻസ് കമ്പനി ആ ഒരു സിഗ്നൽ കൊടുക്കുന്നില്ല. ഇൻസ്റ്റന്റ് they are providing the red signal. That means denied. ഡിനയൽ എന്ന് പറയുന്ന ആ ഒരു സിഗ്നലാണ്, റെഡ് സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇല്ല, ഞങ്ങൾ ഇത് പേയ്മെന്റ് തരുന്നില്ല. ബിക്കോസ് അതിന് മെനി സം റീസൺസ്, ചിലപ്പോൾ ഏതെങ്കിലും മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടാകാം, ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അപ്പൊ അതിന് എന്താ പറയാ ഫർദർ ചിലപ്പോൾ പല കാര്യങ്ങളും അവർക്ക് പ്രൊസീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് അത് കൊടുക്കുന്നില്ല അന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതര് അവരെ അറിയിക്കും. എന്തറിയിക്കും? So you are not you are not able to get the treatment like through insurance. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. You have to pay the amount of treatment. എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്താലും അതിന്റെ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം. അപ്പൊ നമ്മളെ ഒരു എന്താ പറയാ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങും. അതോടെ നിങ്ങൾ ഇവിടെ പറ്റില്ല, നിങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് ഈ പറയുന്ന ഇൻഷുറൻസ് സർവീസസ് ഒക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ഒക്കെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ആണ് നോക്കി നടത്തേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, പ്രോസസ് ചെയ്യുക. മീൻസ് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക. അതും ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് നോക്കിക്കൊള്ളാം കാര്യങ്ങൾ. ഒരു ഏതെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യന്റ് അവരുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ പേഷ്യന്റ് ഹിംസെൽഫോ വന്നിട്ട് നമ്മളുടെ ക്ലെയിം ഉണ്ട് എനിക്ക് എന്നൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, അതെന്താണോ അത് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് അതിന് വേണ്ട നീക്കങ്ങൾ ഒരുക്കിയിരിക്കണം. അവർ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുക, അതിന് വേണ്ടപ്പെട്ട ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. സോ അതിനുള്ള ആ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്നാണ്. ഞാൻ പറയുന്നത് ഇത് വേഗമൊക്കെ ചെയ്ത് കൊടുക്കണട്ടാ, ഇയാള് ഇന്ന രീതിയിലുള്ള പേഷ്യന്റ് ആണ്, ആൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഇന്ന ഇൻഷുറൻസ് ഹോൾഡർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പെട്ടെന്ന് ക്ലെയിംസിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ആരംഭിക്കുന്നു. Then also they have to make some collaboration with the insurance companies. പിന്നെന്താ, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊരു കൊളാബ് ആർക്കുണ്ട്, നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സിന് ഉണ്ട്. എന്ന് വെച്ചാൽ ഇഫ് ദേ ഹാവ് സം കൺഫ്യൂഷൻസ്, ഇത് പേഷ്യന്റിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് എന്താ പറയാ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. സോ ദേ ഹാവ് ടു അപ്രോച്ച് ദം, ഇൻഷുറൻസ് കമ്പനിയെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ അവരുമായിട്ടൊരു കൊളാബ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എക്സിക്യൂട്ടീവിന്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റൽസിലെ. സോ അവിടുത്തെ എപ്പോ വേണമെങ്കിലും അതിന്റെ കാര്യങ്ങൾ പറയാം, അറിയിക്കാം, ഫീഡ്ബാക്ക് തരാൻ, മേടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനെല്ലാം പുറമെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന് പരമാവധി സംതൃപ്തി നേടിക്കൊടുക്കുക. സി പേഷ്യന്റ് കഴിഞ്ഞ ക്ലാസ് നമ്മളത് ഡിസ്കസ് ചെയ്താണ്, പേഷ്യന്റ് എപ്പോഴും മാക്സിമം സാറ്റിസ്ഫൈഡ് ആകുക, രോഗം മാറുന്നത് മാത്രമല്ല മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന് കൊടുക്കുക. സി അവരുടെ ബില്ലുകളെല്ലാം കൃത്യമായിട്ട് അതിന്റെ പേയ്മെന്റുകളെല്ലാം അടച്ചു, അല്ലെങ്കിൽ നോ ഡ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം ഹോസ്പിറ്റൽസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസ അവിടെ ഇവിടെ ഡ്യൂ ഉണ്ട്, ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ഫാർമസിയിൽ മരുന്നില്ല, ഇങ്ങനെയൊക്കെ ഡ്യൂസ് ആണെങ്കിൽ അവർ വിടൂല, അവർ വിട്ടില്ല, അവർ ഡിസ്ചാർജ് ചെയ്ത് വിടില്ല. ബിക്കോസ് വി ഹാവ് ടു പേ ഓഫ് ദ ബിൽ. ഈ ബില്ലൊക്കെ നമ്മൾ പേ ഓഫ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ദ ഇൻഷുറൻസ് കമ്പനി ഇൻ കേസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ പേയ്മെന്റും കാര്യം നടത്തുക ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ അതുകൂടി അടച്ച് വെറുതെ ഫ്രീ ആയിട്ട് അല്ലെ, ഒരു കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ അത് വിട്ടുനിന്ന് രോഗം മാറി പുറത്തു പോകുമ്പോഴാണ് ഒരു പേഷ്യന്റ് ഫുള്ളി മാക്സിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പേഷ്യന്റിന് കിട്ടുക. സോ അവരുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്. ക്ലിയർ ആയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഐ തിങ്ക് സോ. അങ്ങനെയല്ലേ? 5 പോയിന്റാ പറഞ്ഞത്. 6ാമത്തെ പോയിന്റ് പറയണ്ടേ? 6ാമത്തെ പോയിന്റ് പറയാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? 6ാമത്തെ പോയിന്റ് ഒന്ന് പറയാമോ നജ്മ? 6ാമത്തെ 7ാമത്തെ 8ാമത്തെ പോയിന്റ് നജ്മ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ നോട്ടെ. ഓക്കെ. 6ാമത്തെ പോയിന്റ്
To enhance the image of the hospital. What do you mean by it? അത് ഒരു എക്സിക്യൂട്ടീവ് മാനേജർ നമ്മളെ ഹോസ്പിറ്റലിന്റെ ഇമേജിന് ഉയർത്തി കാണിക്കുന്നത്, അതായത് ഇമേജ് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടിക്കൊണ്ടും അവരുടെ അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ ഇമേജ് കാത്തു സൂക്ഷിക്കുക. അതെ, വളരെ കറക്റ്റ് ആക്കുന്നത്. ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തണം. അതുപോലെ തന്നെ പേഷ്യന്റിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വാങ്ങിച്ചു കൊടുക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പുറത്ത് പബ്ലിക്കിന്റെ ഇടയിൽ ആ ഹോസ്പിറ്റലിൽ നല്ല ഇമേജ് കിട്ടും. കാരണം എന്താ, അവിടെ നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ആയാലും കുഴപ്പമില്ല, അവിടുത്തെ ഇൻഷുറൻസ് ഒക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ പ്രോസസ് ചെയ്ത് വാങ്ങിച്ചു തരും. സോ അത് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നല്ല ഇമേജ് അല്ലേ കൊണ്ടുവരാം. സോ ഇറ്റ് ഇംപ്രൂവ്സ് എൻഹാൻസസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജിനെ, ആ ഹോസ്പിറ്റലിന്റെ ഗുഡ് ഫീലിനെ കൃത്യമായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ അവിടുത്തെ ഗുഡ് ഫീൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. ഒരു ഹോസ്പിറ്റലിൽ അല്ലാതെ നമ്മൾക്ക് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാളാണ്, പക്ഷെ ഇൻഷുറൻസിന് വേണ്ടി നടന്നിരിക്കും വിചാരിക്കുക. ദാറ്റ് മീൻസ് അവര് ഇൻഷുറൻസിന് വേണ്ടി ഇൻഷുറൻസ് ഡെസ്കിനെ സമീപിക്കുന്നു, പക്ഷെ അവിടേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇൻഷുറൻസിന്റെ എമൗണ്ടും കിട്ടിയില്ല, പിന്നെ കയ്യിൽ നിന്ന് കാശൊക്കെ എവിടെ നിന്നൊക്കെയോ എന്താ പറയാ കടവും അതൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ പേ ചെയ്തു നമ്മൾ പുറത്തു വന്നു. ഈ പുറത്തിറങ്ങുന്ന ആ ഒരു പേഷ്യന്റ് how they react to the public, അവരത് ആളുകളോട് 10 ആളുകളോട് പറയും അല്ലേ, പറയില്ലേ? നമ്മൾക്ക് അങ്ങനത്തെയുള്ള ബാഡ് എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. കാരണം എനിക്ക് വന്നു എനിക്ക് മറ്റുള്ളവർക്കും അതുപോലെയുള്ള ഒരു ഇത് വരാതിരിക്കട്ടെ. അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ആ ഇൻഷുറൻസിന്റെ ക്ലെയിം ഒന്നും കിട്ടിയില്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എന്താ അത് കിട്ടാനൊന്നും അറിയില്ല. അപ്പൊ അതൊരു പബ്ലിക് ഒരു പബ്ലിസിറ്റിയാണ്. മൗത്ത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ വലിയൊരു പബ്ലിസിറ്റിയാണ്. എക്സ്പീരിയൻസ് ചെയ്ത അവര് തന്നെ നേരിട്ട് പറയുമ്പോൾ നമ്മളത് പിന്നെയും ചെന്ന് തലവെച്ച് കൊടുക്കും അത്തരം കാര്യങ്ങളിൽ പിന്നെയാ. സോ അത് പബ്ലിക്കിന്റെ ഇടയിൽ എത്രത്തോളം പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കാമോ, എത്രത്തോളം അവരുടെ ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്ത് ഭംഗിയായി തീർത്തു കൊടുക്കാമോ, അത് എന്ന് പറയും ഇംപ്രൂവ്സ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനാണ് ഇടയാക്കുക. നെക്സ്റ്റ് വൺ ഒന്നൊരു പറഞ്ഞു അടുത്തത്. To review insurance claims to ensure accuracy according to agreement. അതായത് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് കറക്റ്റ് ആ അഗ്രിമെന്റ് അനുസരിച്ചും അത് കൃത്യവും ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഓരോ ഇൻഷുറൻസിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എഗ്രിമെന്റ്. ഓരോ ഇൻഷുറൻസ് എല്ലാ ഇൻഷുറൻസും ഒരുപോലെ അല്ലെന്നാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു. എല്ലാ ഇൻഷുറൻസും ഒരുപോലെയല്ല. ഓരോ ഇൻഷുറൻസിനും അതിൻ്റെതായ ഇൻക്ലൂഷൻസ് ഉണ്ട്, അതിൻ്റെതായ എക്സ്ക്ലൂഷൻസ് ഉണ്ട്, അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അയ്യോ അവർക്ക് കിട്ടിയല്ലോ അതേപോലെ തന്നെ ഇൻഷുറൻസ് എന്റെ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. എഗ്രിമെന്റ് വേറെ വേറെയാണ്. അപ്പൊ എഗ്രിമെന്റ് പ്രകാരം എല്ലാവർക്കും അവരുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ അക്യുറേറ്റ് ആയിട്ട് അവരുടെ കയ്യിലെത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതും നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് വൺ. To report critical issues to management. ഇനി എന്തെങ്കിലും ഹോസ്പിറ്റലിനെതിരെ വരുന്ന ഇഷ്യൂസ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അത് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. അത് തന്നെയാണ് മാനേജ്മെന്റിനെ അറിയിക്കുക. ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇഷ്യൂസ് പല കാര്യങ്ങളും നടക്കുമ്പോ എന്താ പറയാ അതിന്റെ സൈഡ് പിടിച്ച് പോസിറ്റീവ്സ് കമന്റുകൾ വരും, നെഗറ്റീവ് കമന്റുകൾ വരും ഇല്ലേ? എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും എന്ത് പ്രശ്നമുണ്ടോ, ഇവൻ നമ്മുടെ വീടുകളിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടാകും. ഒരു കാര്യം നമ്മള് പുതിയതായിട്ട് നാളെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോവാണ്, അപ്പൊ തന്നെ അതിന്റെ രണ്ടഭിപ്രായം വരും ഇല്ലേ? എപ്പോഴും എല്ലാവരും ഒരേ മൈൻഡില് ഒരേ അഭിപ്രായമായിരിക്കും പറയാ? ഇല്ല. കാരണം ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ എലൈറ്റ്. മനുഷ്യന്മാരുടെ എടുത്തു കഴിഞ്ഞാൽ 2 ആളുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആളുകളും എപ്പോഴും ഒരുപോലെയല്ല. പല കാര്യങ്ങളിലും ഇവർക്ക് എന്തുണ്ട്, ഡിസിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ? നമ്മളൊക്കെ പഠിച്ചതാണ് HRM എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പല അഭിപ്രായമാണ്. ചില ആൾക്കാർക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും, ചിലവർക്ക് അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും ക്രിട്ടിസൈസ് ചെയ്യും പുറത്തു നിന്നുകൊണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അറിയാതിരിക്കുക, മാനേജ്മെന്റിനെ അറിയിക്കുക. അല്ലാതെ താൻ തന്നെ അതിനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം മാനേജ്മെന്റ് ഷുഡ് നോ ദാറ്റ്
അവരത് അറിയണം. ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഷുറൻസ് സംബന്ധിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അവരും കൂടി അറിയണം. അവരും കൂടി അറിയിച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളത് ഇയാളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, പിന്നീട് വലിയ ഇഷ്യൂ ആയി മാറി. ആൻഡ് ഇറ്റ് കനോട്ട് ബി സോൾവ് ബൈ ഫിക്സഡ് ഓർ പേഴ്സൺ. ആ എക്സിക്യൂട്ടീവിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ കൊണ്ടുപോയിട്ട് മാനേജ്മെന്റിനോട് അറിയിക്കുന്നു. മാനേജ്മെന്റ് ചോദിക്കില്ലേ, ഇതിന്റെ തുടക്കം എവിടെയാ, ഇതെന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ നമ്മളെ അറിയിച്ചില്ല? ചോദ്യം വരുമോ? ഇല്ലേ? നിങ്ങൾ പറയും ചോദ്യം വരും, ഒബിയസ്ലി ചോദ്യം വരും. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നേരത്തെ തന്നെ ഇത്തരം ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഒക്കെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 3 പോയിന്റ് കൃത്യമായിട്ട് രഞ്ജുവ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ലക്ഷ്മി, can you explain the next 3 points? പറ്റുമോ? ചിന്ന കുഞ്ഞു പോയിന്റുകളാണ്. ലക്ഷ്മി, ലക്ഷ്മി പറ്റില്ല. ലക്ഷ്മി അല്ല, അത് ലക്ഷ്മി എന്നൊരു പേര് കാണണ്ടേ. പറ്റുമോ? സിജി can you say? സിജിക്ക് പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മോട്ടിവേഷൻ ഒക്കെ അവിടെ തന്നിട്ട് അത് ഒത്തിരിയല്ല ദൈവമേ. അപ്പൊ തന്നെ ചെയ്യിപ്പിച്ചപ്പോഴാണ് കുറച്ച് റിസൾട്ട് കിട്ടിയത്. സിജിയ, സീജ, can you say? സീജ യെസ് മാം. പറയാമോ? ഒന്ന് അടുത്ത 3 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ചിലപ്പോ വേണമെങ്കിലേ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറി കഴിഞ്ഞാൽ, അല്ല പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോ ഇത് പഠിപ്പിക്കാനായിരിക്കാം നമുക്കൊരു ചാൻസ് കിട്ടുന്നത്. ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുമ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫെസിലിറ്റേറ്റർ, ഒരു ടീച്ചറായിട്ട്, ഒരു എന്താ പറയുക ലെക്ചറർ ആയിട്ടോ ഒക്കെ ജോലി കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. പറ്റുമെന്ന് പറയാൻ വേണ്ടി ചോദിച്ചതാണ്. സീജ, Yes. To review insurance claims. Next point ആണ്. To report അത് കഴിഞ്ഞു. അടുത്തതാണ് to submit monthly reports. Okay. The insurance executive manager is to the management the monthly reports, how the claims were, whether the insurance money, and did they from the hospital clear and happy. If any problem arised, it should be notified to the management through the report, so and make sure the hospital has gone in a smooth way, or if any problem, the management is able to understand and solve the problems. So it's the responsibility of the insurance duty manager to report all these problems as a monthly report. Next point, to analyze the insurance presentation internally. Company presentation, how to manage the problems, how to tackle the issues arising in hospitals from the insurance company, and from the management side, and from the patient side. So this executive should attend and organize the insurance presentation internally, that is in the hospital, and externally, that is with the insurance company. Okay. Next point, to conduct departmental meetings weekly. So to make sure this insurance policies and the money management to the patients and to the hospitals are taken care properly, there should be a departmental meeting every weekly in the hospital and in the insurance company, so that both sides the problems can be introduced to the company and to the hospital, and he can make he can make decisions and help from he can get the help from the management and the insurance company to solve problems which is arising weekly.
which Yes. will help the patient and the hospital and to come to know what are the problems arising to the in each time. Yes. To monitor insurance. മതി മൂന്ന് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശ്രീജ അല്ലേ അതെ ശ്രീജ എക്സ്പ്ലെയിൻ ചെയ്തതില് ഒന്നാമത്തെ പോയിന്റ് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ് ആണ്. അപ്പൊ നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും അല്ലെ, മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കൊക്കെ ടീച്ചേഴ്സിന്റെ മന്ത്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ടീച്ചേഴ്സ് അവിടെ എന്തൊക്കെയാണോ ഒരു ക്ലാസ്സിലും പഠിപ്പിച്ചത് അതിന്റെ റിപ്പോർട്ട്സ് സ്കൂളുകളുണ്ട്, ടീച്ചിങ് നോട്ട് പോലെ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. നമ്മളിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ഫാമിലി യൂണിറ്റ്സിലൊക്കെ നമ്മള് ഉണ്ടായിരിക്കും അല്ലെ, ഫാമിലി യൂണിറ്റുകൾ, കുടുംബ യൂണിറ്റുകള്, അതുപോലെയുള്ള മറ്റു ചെറിയ ചെറിയ ഗ്രൂപ്പ്സ്, അതിന്റെയൊക്കെ റിപ്പോർട്ട്സ് നമ്മൾ സമർപ്പിക്കാറുണ്ട്. ലൈക്ക്വൈസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. അവരവരുടെ മാസമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. സോ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. ദ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ്, ഇഫ് ദർ ആർ സം ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്, അവർ കൊടുക്കുന്ന ക്ലെയിമുകൾ എങ്ങനെയൊക്കെയാണ്, ആ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിൽ അവരുടെ തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് ദാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് എല്ലാ മാസവും സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, ഇന്റേണലി ആൻഡ് ഓൾസോ എക്സ്റ്റേണലി. അതായത് ഹോസ്പിറ്റൽസിനകത്ത് ഉള്ള ആളുകൾ, മീൻസ് പേഷ്യൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസേഴ്സ്, എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, സ്റ്റാഫുകൾ, അവരുമായിട്ടൊക്കെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുക. എല്ലാവരും കൂടി തരയുള്ള ആവശ്യമില്ല. ഇൻഷുറൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ദർ വിൽ ബി പർട്ടിക്കുലർ സ്റ്റാഫുകളുണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു മീറ്റിംഗ്. അപ്പൊ ആ മീറ്റിംഗിൽ ദേ ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ഇൻഷുറൻസ് ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും മറ്റെന്തെങ്കിലും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ ദേ ക്യാൻ ടേക്ക് ഡിസിഷൻസ്, അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിനകത്തും അതോടൊപ്പം തന്നെ പുറത്ത് ഇനി വിത്ത് ദ ഇൻഷുറൻസ് കമ്പനി, if he or she have to participate in the meetings which is conducted by the insurance company. ചില ഹോസ്പിറ്റൽസിൽ അവിടുത്തെ ഇൻഷുറൻസിന്റെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇൻഷുറൻസ് കമ്പനി ഇവരെ ഉൾപ്പെടുത്തി ചിലപ്പോൾ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്റേണലിയും എക്സ്റ്റേണലിയും എന്താ പറയാ, നമ്മുടെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, അതിന്റെ എന്താ പറയാ, അതിന് കൃത്യമായിട്ട് അത് കണ്ടക്ട് ചെയ്യുകയും അതിനകത്ത് ആകുക, മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. അടുത്തത് ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും വെച്ചിട്ട്, ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഓരോ ആഴ്ചയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനെ വെച്ചൊരു ചെറിയ ചെറിയ മീറ്റിംഗ്. മനസ്സിലായോ? ഒരാഴ്ച ഇത്, അടുത്ത ആഴ്ച അത്, അങ്ങനെ എല്ലാം റൊട്ടേറ്റ് ചെയ്ത് ഓരോ ആഴ്ചയിലും മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അടുത്ത 3 പോയിന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സജിത്ത് ഉണ്ടോ? സജിത്ത് എന്ന് എഴുതിയിരിക്കുന്ന ആള് പേര്. ഓക്കെ, സജിത്ത് ഒന്ന് പറയാമോ? സജിത്ത് അല്ല, അവളുടെ പേരെന്താ? രഹന. ആരാടാ? രഹന. രഹന. കഴിഞ്ഞ ദിവസം ഞാൻ വായിപ്പിച്ചിരുന്നോ? ആണോ? ഇല്ലാലോ. ഇല്ല. അപ്പൊ പറഞ്ഞേ അടുത്ത 3 പോയിന്റ്. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻ. ഇൻഷുറൻസ് ക്ലെയിമുകളും ഇളവുകളും പിന്നെ അതൊക്കെ നിരീക്ഷിക്കുക. To make sure that insurance schemes are up to date on the system. ഇൻഷുറൻസ് ഇൻഷുറൻസ് പദ്ധതികൾ സമയബന്ധിതമായി പുതുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ ടു പ്രൊവൈഡ് റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. ആവശ്യമുള്ളപ്പോൾ ജീവനക്കാർക്ക് പരിശീലനം നൽകുക. ക്ലെയിം Yes, this is the last one. Assume new responsibility as and when needed. പുതിയ ചുമതലകൾ ആവശ്യമുള്ളപ്പോൾ ജീവനക്കാർ ഏറ്റെടുക്കുക. ഓക്കെ, വെരി ഗുഡ്. അതെങ്ങനെയാണ്? അപ്പൊ ഇല്ലേ ഒന്നാമത്തെ എന്താ പറയാ, നമ്മുടെ രഹന. സോറി, രഹന.
പറഞ്ഞതുപോലെ 4 പോയിന്റാണ് എങ്ങനെ പറഞ്ഞത്. ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻസ്. അതായത് ഇൻഷുറൻസിന്റെ പദ്ധതിക്കകത്ത് ചിലപ്പോഴൊക്കെ ചില പല ഇളവുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ ചില ഇൻഷുറൻസ് ഒക്കെ റിജക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. എവിടേക്കാണ് ഡിസ്കൗണ്ട്സ് കൊടുത്തത്, ഏതൊക്കെ ഇൻഷുറൻസുകൾ റിജക്ട് ചെയ്ത് പോയി, സോ ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുക കൃത്യമായിട്ട്. അതിന്റെയൊക്കെ കാര്യകാരണ സഹിതം അത് മോണിറ്റർ ചെയ്യുക. കാരണം എന്തെങ്കിലും അബദ്ധവശാൽ തെറ്റായ രീതിയിൽ റിജക്ട് ചെയ്തോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് കൊടുത്തോ, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സ് ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിംസ് എല്ലാം അപ് ടു ഡേറ്റ് ആണെന്നുള്ളത്. ആ ഒരു ഇൻഷുറൻസ് ഓരോ ഇൻഷുറൻസ് പുതുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. ചില ഇൻഷുറൻസിന് ചില സമയങ്ങളിൽ മാറ്റങ്ങൾ വരും, അതിന്റെ പല എഗ്രിമെന്റുകളിൽ മാറ്റം വരും. അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിസ്റ്റം പ്രകാരം അത് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായി? ഇന്ന ഇൻഷുറൻസ് എന്താണ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഇത് എങ്ങനെയല്ല, ഇന്നതിലൂടെ ഇന്ന രോഗത്തിലൂടെ നമ്മൾ അതിന് എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്ഡേഷൻസ് കൃത്യമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുക. അല്ലാതെ പഴയത് എന്ന് തുടങ്ങിയപ്പോ എന്ത് അഗ്രിമെന്റ് ആണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണോ ഉണ്ടാക്കിയ പോളിസിക്ക് വെച്ചിരുന്നത് അത് തന്നെ 10-25 കൊല്ലം കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണെന്നല്ല. മെനി ചേഞ്ചസ് ഈ ഇൻഷുറൻസിലൊക്കെ പെടപെടയെന്ന് മാറ്റങ്ങൾ വരും. മനസ്സിലായി? ഇൻഷുറൻസിനകത്തൊക്കെ അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമായി മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സ് ആണ് ഹോസ്പിറ്റൽസിൽ. മനസ്സിലായോ? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഈ ഇൻഷുറൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റാഫിന് കൃത്യമായ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യാം. ബിക്കോസ് അപ്ഡേഷൻസ് വരുമല്ല, പുതുക്കലുകൾ വരുമ്പോ തീർച്ചയായിട്ടും ആ പുതുക്കലുകൾ ആരറിയണം? അതെ, മറ്റ് സ്റ്റാഫുകൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ അറിയണം. അപ്പൊ അവരെയൊക്കെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുക കൃത്യസമയങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോ അപ്ഡേഷൻസ് കൊണ്ടുവന്നു, ഓക്കെ, എക്സിക്യൂട്ടീവ് അതിന് അപ്ഡേഷൻസ് ഒക്കെ മനസ്സിലാക്കി കാര്യങ്ങൾക്ക് പുതുക്കി. പക്ഷെ ഇറ്റ് ഈസ് നോൺ ടു ദ സ്റ്റാഫ്. അത് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഇതിനെ ചേർത്തിട്ട് ചെയ്യാം. സോ അപ്പൊ എന്ത് പറ്റും? ഈ പേഷ്യൻസ് ഈ ഇൻഷുറൻസ് ക്ലെയിമിന് പല പല രീതിയിൽ അതിനെ ബന്ധപ്പെട്ട് പല പല പരിഹാരങ്ങൾ കൊടുക്കും. ചിലപ്പോ അതൊക്കെ കൂടി ക്ലാഷ് ആയി ഒന്നുമില്ലാത്ത ആ രീതിയിലായി മാറും അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ഇടവരുത്താതിരിക്കാനായിട്ട് എന്ത് ചെയ്തോളണം? കൃത്യമായ ട്രെയിനിങ് സ്റ്റാഫിന് അതനുസരിച്ച് കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്ത്. ഓക്കെ. ആൻഡ് ഓൾസോ സം ന്യൂ റെസ്പോൺസിബിലിറ്റീസ് റിക്വയർഡ്. അതായത് ഇനി ഇതിനെല്ലാം പുറമെ ഇതൊക്കെ സാധാരണ ഒരു എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ ചുമതലകളാണ്. ഇതിനെല്ലാം പുറമെ ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചുമതലകൾ വേണ്ടി വരുമോ, സമയോചിതമായിട്ട് മാറ്റം വരുന്നതനുസരിച്ച് എന്തെങ്കിലും ചുമതലകൾ വരികയാണെങ്കിൽ അതും ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ബാധ്യസ്ഥനാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വീണ്ടും പറയാം. അതിനകത്ത് എല്ലാ പോയിന്റും നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ പറഞ്ഞിരുന്നോ പോയിന്റ് ഏതൊക്കെയാണ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നണേ. 3 തുടങ്ങി അല്ലെ? 3, 4, 5, 4 വരെ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ് ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ്. അങ്ങനെ 6 എണ്ണം കേട്ടാ. 2 തുടങ്ങി 3 തുടങ്ങി അതിന്റെ താഴേക്കുള്ള 4 എണ്ണവും പിന്നെ അതിനുശേഷം ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ് ടു സബ്മിറ്റ് ഡെയിലി മന്ത്ലി റിപ്പോർട്ട്സ് കേട്ടോ. ഡെയിലി അല്ല, മന്ത്ലി റിപ്പോർട്ട്സ്. ഓക്കെ. സോ ഫിനിഷ്ഡ്. അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ തീർന്നു. ഞാൻ ചോദിക്കാം. 9th വണ് എന്താന്ന് പറയണോ? 1, 2, 3, 4, 5, 6, 7 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് 3, 4 3, 4, 5, 6 then 7 and 8. 8 and 9. 8 and 9 I think. Okay. അല്ലേ? യെസ്, അതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. Okay, so that was the end of the module and also the end of the chapter. ചാപ്റ്ററും മൊഡ്യൂളൊക്കെ ഏകദേശം നമ്മളത് തീർന്നു. അപ്പൊ നമ്മൾ വളരെ കുറച്ച് ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് നമുക്കറിയാലോ ഒരാളെ നമുക്ക് ആഴ്ചയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പരമാവധി സമയം ഉപയോഗപ്പെടുത്തി അടുത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എന്റെ കോഴ്സ് തീർന്നു വെച്ച് ഞാൻ വരാതിരിക്കില്ല കേട്ടോ. എന്റെ പറഞ്ഞ തീർന്നു വരും. ആൻഡ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഏകദേശം വീണ്ടും ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇനി ഏതൊക്കെയാണ് നോട്ട് എടുക്കാത്ത വല്ല ചാപ്റ്റർ? ഏതാണ്? ടീച്ചർ ഹൗസ് കീപ്പിംഗ് സർവീസസ് എടുത്ത് തുടങ്ങിയോ? അശ്വതി രഞ്ജിത്ത് മിസ്സിന്റെ ചാപ്റ്റർ ആണ് കേട്ടത്. പറയോ, എടുത്തോ ടീച്ചർ? ഏത് ചാപ്റ്ററാ? ഹൗസ് കീപ്പിംഗ് സർവീസസ് എടുത്തോ?
ഇല്ല. ടീച്ചർ ഇനി എടുക്കാനുള്ളത് ടീച്ചർക്ക് ആ ചാപ്റ്റർ ആണ്. ശ്രുതി രഞ്ജിത്ത് മിസ് ഇല്ലേ? ഹൗസ് കീപ്പിംഗ് സർവീസ്. മാം ഇനി എടുത്തിരിക്കുന്നത് ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ടീച്ചർക്ക് ഉള്ളത് ഈ ചാപ്റ്റർ ആണ്, ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ലോണ്ടറി കഴിഞ്ഞതല്ലേ? കഴിഞ്ഞു. ഹൗസ് കീപ്പിംഗ് ടീച്ചറിന്റേതാണ്. ടീച്ചറിന്റെ ലീവുമാണ്. ടീച്ചറിന്റെ അവിടെ അടുത്ത ആളുടെ ടീച്ചർ വേറെ ടീച്ചറുണ്ട് കേട്ടോ. ടീച്ചറിന്റെ പോർഷൻ തീർക്കാൻ വന്ദന മിസ് കേൾക്കോളും. വന്ദന മിസ് കഴിഞ്ഞ ദിവസം സാറ്റർഡേയിൽ ഒരു എന്താ പറയാ ഒരു എക്സ്ട്രാ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് വെച്ചിരുന്നു. ബിക്കോസ് നമ്മുടെ അവരുടെ എടുക്കുന്ന ടോപ്പിക്ക് തീർന്നില്ലെങ്കിലോ എന്നുള്ളത് ഒരു പേടി കൊണ്ട് എടുത്തതാണ്. എന്തായാലും ഇന്നിപ്പോ അശ്വതി മിസ്സിന് ആ ഹൗസ് കീപ്പിംഗ് സർവീസ് ചെറിയ ചാപ്റ്റർ ഐ തിങ്ക് 1 or 2 days 2.5 days കൊണ്ട് ടീച്ചർക്ക് തീർക്കാൻ പറ്റും. എനിക്ക് വയ്യാത്തതുകൊണ്ട് ടീച്ചറിന് ലീവാണ്. ടീച്ചറിന് ഇല്ല. പക്ഷെ വന്ദന മിസ്സിന്റെ ടോപ്പിക് എടുക്കാൻ കേൾക്കണം. ഹൗസ് കീപ്പിംഗ് എടുത്തിട്ടില്ല. മെഡിക്കൽ എക്യുപ്മെന്റ് എടുത്തതാണോ? കഴിഞ്ഞു. അടുത്ത് കഴിഞ്ഞു. സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അവതരിപ്പിക്കാനാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നത്. ടീച്ചർക്ക് തന്നെ പണികളാ എപ്പോഴെപ്പോഴും ഇതിനെ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്. ഇൻ ബിറ്റ്വീൻ ഒരാഴ്ച കഴിഞ്ഞു. ആ ഒരാഴ്ച കൊണ്ട് പിന്നെയും ചാപ്റ്റർ തീർന്നുണ്ടാകും. വേറെ ഒന്നും ആരും എടുക്കാതെ അവിടെ മിസ്സായി പോകുന്നത്. സ്റ്റഡി ലീവ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ പറയാണ്, അയ്യോ ടീച്ചറെ അവിടെ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പണിയാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് ടീച്ചർ എടുക്കും. മെഡിക്കൽ എക്യുപ്മെന്റ് കഴിഞ്ഞു. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസും കഴിഞ്ഞു അല്ലേ? ഓവർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. ക്വാളിറ്റി മാനേജ്മെന്റും നടന്നുകൊണ്ടിരിക്കുന്നു. വന്ദനാമിസിന്റെയാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക് കഴിഞ്ഞു. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുത്തിട്ടില്ല. റെസ്പോൺസിബിലിറ്റീസ് വന്ദനാമിസിന്റേതാണ്. വന്ദനാമിസ് എടുക്കും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കഴിഞ്ഞു. ദാറ്റ് മീൻസ് 2 എണ്ണമാണ് എടുക്കാത്തത്, മോണിറ്ററിംഗും ആൻഡ് ഹൗസ് കീപ്പിംഗും അല്ലേ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റലിനും അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. വന്ദനാമിസ് അതുണ്ട്. എനിക്ക് അറിയേണ്ടത് അവിടെ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഈ ഹൗസ് കീപ്പിംഗ് ആരുടെയാണെന്ന് അശ്വതി രഞ്ജിത്ത് ടീച്ചറിന്റെ ആണെന്ന് എനിക്കറിയാം. റെസ്പോൺസിബിലിറ്റീസ് വന്ദനാമിസിന്റെ ആണെന്ന് എനിക്കറിയാം. ബട്ട് ഐ എം കൺഫ്യൂസ്ഡ് അബൌട്ട് ഈ ചാപ്റ്റർ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അത് ആരുടെ ചാപ്റ്റർ ആണെന്ന് എനിക്കറിയില്ല. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ടീച്ചേഴ്സിനോട് ആരോടാന്ന് ആരുടെ ആണെന്ന് ചോദിക്കാം. അതെടുത്ത് എടുക്കാതെ ആതിര മിസ്സിന്റെ ആയിരിക്കുമോ എന്ന് ഡൗട്ട്. ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് തോന്നുന്നു. ആതിര മിസ് പറഞ്ഞത് 3 ചാപ്റ്റർ ആണ് മാം പറഞ്ഞിരുന്നത്. 2 ചാപ്റ്റർ ഇപ്പൊ നടക്കണുള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു 5 ക്ലാസ്സെങ്കിലും ഉണ്ട്. മീൻസ് എന്താ പറയാ 5 ടീച്ചറിന്റെ ക്ലാസ് അവർക്ക് 2 അവർ വെച്ചിട്ടുണ്ടല്ലോ ക്ലാസ് അല്ലെ? അപ്പൊ അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 4 ക്ലാസ്സുകൾ വീതം ഓരോരുത്തർക്കും കിട്ടും. 2 ആഴ്ചയിൽ 4 ക്ലാസ് വീതം എന്തായാലും കിട്ടും. അപ്പൊ അവര് തീർത്തോളും. ഏറ്റവും ചെറിയ ചാപ്റ്റേഴ്സ് ആണ് അവർ ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നത്. വലിയ വലിയ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് തീർന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആതിര മിസ്സിന്റേതായിരിക്കാം. ഞാൻ ചോദിച്ചോളാം. അത് ബാക്കിയെല്ലാം എടുത്ത് തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അടുത്ത ദിവസം നമ്മൾ വന്നിട്ട് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വെറുതെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോ നിങ്ങൾക്ക് എല്ലാവരും മൊത്തത്തിലായിരിക്കും ഉണ്ടാവും. കാരണം ആ ഒരു പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് 5 ചോദ്യം വരിക എന്നുള്ളത് അത്ര ഇതുള്ള കാര്യമല്ല. നമ്മുടെ മൊത്തം ചാപ്റ്ററിൽ നിന്നായിരിക്കും ചിലപ്പോ 5 ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. നമ്മൾ എഴുതാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന്. ഓക്കെ. സോ അടുത്ത ആഴ്ച കാണാം. ബൈ. താങ്ക് യു. Thank you, ma'am. Thank you. Okay.